എന്റെ പൊന്നോ, നല്ല ചൂട് ചോറിനൊപ്പം ഇവനും ഉണക്കമീനും ഒരു പപ്പടവും കൂടെ കൂട്ടിയടിച്ചാലുണ്ടല്ലോ ഊണ് കുച്ചാല. വേറൊന്നും പറയാനില്ല, പൊളി പൊളിക്കും. 80s 90s കിഡ്സിന്റെ ഒക്കെ നൊസ്റ്റാൾജിക് ഐറ്റമാണ് മക്കളെ. ഇതൊന്നും ഈ 2K പുള്ളകൾക്ക് പിടിക്കൂല എന്ന് യവന്മാരിതിനെ തന്തവൈബ് എന്നൊക്കെ പറയും. പഴമയുടെ രുചി അതൊക്കെ നമുക്ക് മാത്രം സ്വന്തം. പല തലമുറ കൈമാറി വന്ന ഒരടാർ ഐറ്റം തന്നെ മച്ചാ ഈ നാടൻ ചക്കക്കുരു മാങ്ങാക്കറി. പണ്ടൊക്കെ എല്ലാവരുടെയും പ്രധാനിയായിരുന്നു ചക്കക്കുരു മാങ്ങാക്കറി. കാലം മാറി എല്ലാവരും ചിക്കന്റെയും ബീഫിന്റെയും പുറകെയാണ്. ഇപ്പോഴാണെങ്കിൽ ചക്കക്കുരു കിട്ടാനുമില്ല. മാർക്കറ്റിൽ കിലോയ്ക്ക് 60-ന് മുകളിലാണ് ചക്കക്കുരുവിന്റെ വിലയും. ഇപ്പോൾ സീസൺ ആണല്ലോ, വളരെ സുലഭവും. അപ്പൊ പിന്നെ പഴമയുടെ ഈ പ്രിയ രുചിയിലേക്ക് ഒന്ന് മടങ്ങിപ്പോയാലോ? അപ്പോ നല്ല മൂത്ത പാകമായ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ടേ. ആദ്യം തന്നെ ചക്കക്കുരു ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പുറത്തെ നല്ല ഹാർഡായ വെളുത്ത തൊലി കളഞ്ഞ് രണ്ടായി പിളർന്നെടുക്കുന്നുണ്ടേ. ആകപ്പാടെ ചക്കക്കുരു വൃത്തിയാക്കൽ മാത്രമാണ് അല്പം സമയമെടുക്കുന്ന പണി. അങ്ങനെ ചക്കക്കുരു എല്ലാം മുഴുവനും വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. ഇനി ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയായതുകൊണ്ട് ഒന്ന് മാത്രം മതിയേ. ഇനി മാങ്ങയുടെ തൊലിയും ചെത്തി മാറ്റാം. നല്ല ചുനയുള്ള ഫ്രഷ് മാങ്ങയാണേ. മാങ്ങയുടെ ചുനയുടെ മണം അടിച്ചാൽ തന്നെ പല്ല് പുളിക്കും. വൃത്തിയായി ചെത്തിയൊരുക്കിയ മാങ്ങ 1/2 ഇഞ്ച് നീളത്തിൽ നുറുക്കിയെടുക്കുന്നുണ്ടേ. ഇനി ചക്കക്കുരുവും മാങ്ങയും ഒന്ന് വൃത്തിയായി കഴുകി മാറ്റി വെക്കാം. അപ്പോൾ കറിക്കുള്ള എല്ലാ ചേരുവകളും റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. അരമുറി തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ചക്കക്കുരുവിന് അധികം തേങ്ങ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി ഇവയെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അല്പം വെള്ളം ഒഴിച്ച് അധികം കട്ടിയില്ലാത്ത ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. നല്ല നൈസായിട്ട് ഇതുപോലെ അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് ആദ്യം തന്നെ ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ചക്കക്കുരുവിന് കൂടെ തന്നെ അല്പം മഞ്ഞൾപ്പൊടിയും എരിവിനായി അല്പം മുളകുപൊടിയും ചേർത്ത് ചക്കക്കുരു വേകുവാൻ ആവശ്യമായ വെള്ളവും ചേർത്തിളക്കി അടപ്പിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം തന്നെ ഉപ്പിട്ട് വേവിക്കാൻ നോക്കണ്ട കേട്ടോ. കപ്പയും ചക്കക്കുരുവും ഒക്കെ തിള വന്നതിന് ശേഷം മാത്രം ഉപ്പിടുന്നതാണ് അതിന്റെ വേവിന് ഉത്തമം. ചിലപ്പോൾ ചക്കക്കുരുവെല്ലാം കല്ലച്ചു പോകും. അതൊഴിവാക്കാനായി ഇതുപോലെ ചക്കക്കുരുവൊക്കെ ഒന്ന് പാതി വെന്ത് തിളച്ചു വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി അടപ്പിട്ട് നന്നായി വറ്റി വെന്ത് വരുന്നത് വരെ കാത്തിരിക്കാം. അങ്ങനെ പറഞ്ഞ നേരം കൊണ്ട് ചക്കക്കുരു ഒരുവിധം വെന്ത് പൊട്ടി വന്നിട്ടുണ്ടേ. വെന്ത ചക്കക്കുരുവെല്ലാം ഒരു തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ടേ. കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനാണ് ഇങ്ങനെ ഉടച്ചെടുക്കുന്നത് കേട്ടോ. ഈ ഉടച്ചെടുത്ത ചക്കക്കുരുവിലേക്ക് കഴുകി വൃത്തിയാക്കിയ മാങ്ങയും കൂടെ ചേർത്തിളക്കി കൊടുക്കാം. കൂടെ തന്നെ 3-4 പച്ചമുളക് നീളത്തിലരിഞ്ഞതും ചേർത്തിളക്കി അടപ്പിട്ട് 5-6 മിനിറ്റ് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. മാങ്ങയ്ക്കധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതിയാകുമേ. അങ്ങനെ ചക്കക്കുരുവും മാങ്ങയും ഒരുമിച്ച് കിടന്ന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ടേ. മാങ്ങയൊന്നും ഉടഞ്ഞു പോയിട്ടുമില്ല. ഇനി ഈ കുറുകിയ കൂട്ടിലേക്ക് നൈസായി അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അരപ്പ് ചേർത്തിളക്കി ചാറിന് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ചക്കക്കുരുക്കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഇവൻ അങ്ങോട്ട് കട്ടിയാകും. അതുകൊണ്ട് അരപ്പിടുമ്പോൾ തന്നെ ചാറ് അല്പം നീട്ടി വെക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ലൂസാക്കി വെക്കണം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്തിളക്കി തീ അല്പം കുറച്ച് വെച്ച് ഒന്നുകൂടെ തിളച്ച് കറിക്ക് മുകളിൽ പത വന്നു തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തോണം. തേങ്ങ അരച്ച കറികൾ തിളച്ച് മറിയാൻ അനുവദിക്കരുത്. തേങ്ങ പിരിഞ്ഞ് വെള്ളം വിട്ടുപോകും. അപ്പോൾ ചെറിയ തിള വന്നിട്ടുണ്ടേ. തീ ഓഫ് ചെയ്ത് ഒന്ന് ഇളക്കി ചേർത്ത് മാറ്റിവെക്കാം. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിലേക്ക് ആവശ്യത്തിന് കടുക് വിതറി പൊട്ടിച്ചെടുക്കണം. പൊട്ടി വന്ന കടുകിലേക്ക് വട്ടത്തിലരിഞ്ഞ കൊച്ചുള്ളിയും 4-5 വറ്റൽമുളക് നുറുക്കിയതും ചേർത്ത് നന്നായി ബ്രൗൺ ആയി വരുന്ന സമയത്ത് നല്ല ഫ്രഷ് കറിവേപ്പിലയും വിതറി മൂപ്പിച്ച താളിപ്പ് ചൂടോടെ തന്നെ കറിക്ക് മുകളിൽ ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്റെ പൊന്നോ, എന്നാ മണവാ! ഇവനുണ്ടെങ്കിൽ സാധാരണ കഴിക്കുന്നതിന്റെ ഡബിൾ കഴിക്കാൻ മക്കളെ. ഒന്നും പറയാനില്ല, സംഗതി ഉഷാറാ. പിന്നെ നാടൻ കറി ആയതുകൊണ്ട് തന്നെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ആ നാടൻ രുചിക്ക് ഏറ്റവും നല്ലത്. കുക്കറിലൊന്നും ആ പഴമയുടെ രുചി അത്രയും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ചക്കക്കാലത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ. പിന്നെ രുചി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മടിക്കേണ്ട. വീണ്ടും കണ്ടുമുട്ടും വരെ ബൈ ഫ്രം വിച്ചൂസ്.